Hello guys, welcome back to my channel. holidaycrewstudios എന്ന ഒരു ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ പല കൂട്ടുകാരും നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു സോങ് കേട്ട് ആ സോങ് ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. നമ്മുടെ ഇപ്പോൾ ഞാൻ പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാനുണ്ട്. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ നോക്കിയപ്പോൾ ചിലവർ സ്റ്റാറ്റസ് ഒക്കെ അയച്ചോട്ട് ചോദിക്കണം ഈ സ്റ്റാറ്റസിലുള്ള സോങ് ഏതാണെന്ന് പലരോട് ചോദിക്കട്ടെ. പിന്നെ ചിലർ അത് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സമയം ഡിലേ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ സോങ് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ എങ്ങനെ നിങ്ങൾക്ക് ഈ സോങ് കണ്ടുപിടിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത്. അതിനും പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ അതിലൊക്കെ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ വെറൈറ്റി അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ കിട്ടും. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു പാട്ട് കേട്ടാൽ ആ പാട്ടിൻ്റെ പേര് അല്ലെങ്കിൽ ആ പാട്ട് ആരാണ് ഉണ്ടാക്കിയ ആർട്ടിസ്റ്റ് ആരാ, അല്ലെങ്കിൽ ആ പാട്ട് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ പാട്ട് ഏതാണെന്ന് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടോപ്പിക്ക്. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമുക്ക് അതിൽ നിന്ന് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകാം. പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് നമുക്ക് സെർച്ച് ബാറിനകത്ത് ഇങ്ങനെ ഷസം എന്ന് പറഞ്ഞ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഷസം എന്ന് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ മേളിൽ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ നിങ്ങൾ ഷസം എന്ന് ജസ്റ്റ് ഈ കാണുന്ന സ്പെല്ലിങ്ങൾ അടിച്ചു കൊടുക്കുക. ഷസം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മളിന്ന് ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കവർ സോങ്സ് ആൻഡ് ലിറിക്സ് ഇൻ സെക്കൻഡ്സ്. വളരെ സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്ക് ഒരു സോങ്ങിൻ്റെ പേര് അല്ലെങ്കിൽ ആ സോങ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ ആർട്ടിസ്റ്റ്, ലിറിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഈ ആപ്ലിക്കേഷനിൽ 500 മില്യൺ ഡൗൺലോഡ്സ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ 2002 തൊട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. വളരെ ഫേമസ് ആയൊരു ആപ്ലിക്കേഷനാണ്. പക്ഷേ എന്നാലും കുറേ പേർക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയില്ലെന്നാണ് സത്യം. അപ്പോൾ വളരെ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഏത് സോങ്ങാണ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ജസ്റ്റ് സോങ് ഒന്ന് കേൾപ്പിച്ചാൽ മതി. ഒന്നെങ്കിൽ നമ്മുടെ ഫോണിൽ പ്ലേ ചെയ്താലും മതി, അല്ലെങ്കിൽ നമ്മുടെ പുറത്ത് വേറെ ഏതെങ്കിലും സ്പീക്കറിലാണ് ഇപ്പോൾ പാട്ട് കേൾക്കണമെങ്കിൽ സ്പീക്കറിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചാൽ മതി. ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഫീച്ചർ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇനിയും ഇതിനകത്ത് കുറച്ച് കൂടി ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് മീറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളോട് ചോദിക്കും. നിങ്ങളുടെ നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്ന ഓഡിയോ ഒക്കെ നിങ്ങളുടെ ഫോണിൽ കേൾക്കണോ എന്നൊരു അലോട്ട്മെൻറ്റ് ചോദിക്കും, ഒരു പെർമിഷൻ ചോദിക്കും. അപ്പോൾ ജസ്റ്റ് അലോ അടിച്ചു കൊടുക്കുക. എന്നാലേ നമ്മുടെ പുറത്തുനിന്ന് കേൾക്കുന്ന സൗണ്ടുകൾ നമ്മുടെ ഫോൺ റെക്കോർഡ് മൈക്രോഫോണിലൂടെ കേട്ട് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ആദ്യത്തെ നമുക്ക് പാട്ടിനെ കുറിച്ച് നോക്കണതിന് മുമ്പ് അതിൻ്റെ സെറ്റിങ്സും നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ മൂവ് ചെയ്ത് നമുക്ക് 2-3 ഓപ്ഷൻസ് കാണാം. ഇവിടെ നമുക്ക് നോക്കി നമ്മുടെ കുറച്ച് സോങ്സ് കാണാൻ പറ്റും അടിയിലേക്ക് പോകണ. പിന്നെ കൺട്രി ആൻഡ് സിറ്റി ചാർട്ട്സ് ഫ്രം അറൗണ്ട് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നോക്കേണ്ട ജസ്റ്റ് സോങ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് സോങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇനി ഒന്നും കൂടി സൈഡ് പോയിക്കാൻ നമുക്ക് ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിനകത്ത് നമ്മൾ ഷസംസ് എന്ന് കാണാൻ പറ്റും. ഷസം എന്ന് പറഞ്ഞാൽ ഇതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ ചെയ്തു നോക്കിയ പാട്ടുകൾ, നേരത്തെ ഷസം ചെയ്തു നോക്കിയ പാട്ടുകൾ, പിന്നെ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത പാട്ടുകളുടെ ആർട്ടിസ്റ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ പ്ലേലിസ്റ്റുകൾ, നമ്മൾ ഏതൊക്കെ പാട്ടാണ് മുമ്പ് സെർച്ച് ചെയ്തതെന്നൊക്കെ നമുക്ക് ഇതിനകത്ത് അവിടെ ഞാൻ നേരത്തെ ഇപ്പോൾ 3 ഷസം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്. മാത്രമല്ല, ഇവിടെ സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈനപ്പോ ലോഗിനോ ചെയ്യാവുന്നതാണ് ഇതിനകത്ത് തന്നെ. പിന്നെ ഇതിനകത്ത് ആപ്പിൾ മ്യൂസിക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പോട്ടിഫൈ യൂസേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന എല്ലാ ഒരു സോങ്സിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഈ ഷസം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മറ്റേ സ്പോട്ടിഫൈയിലും ആപ്പിൾ മ്യൂസിക്കിലും ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ഷസം ഫ്രം നോട്ടിഫിക്കേഷൻ പറഞ്ഞ് ഉദ്ദേശിച്ചേക്കുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. പിന്നെ തീംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ലൈറ്റ് തീം, ഡാർക്ക് തീം എന്ന് പറഞ്ഞാൽ കുറച്ച് തീമുകളുണ്ട്, ബ്ലാക്ക് ആയിട്ടൊക്കെ വരുന്ന തീമുകളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡിഫാൾട്ട് തന്നെ ഇടുകയാണ്, സെറ്റ് ബൈ ബാറ്ററി സേവ് ഡിഫാൾട്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ ബാറ്ററി യൂസേജ് ചെയ്തേക്കാം. അപ്പോൾ ഇനി അടുത്ത് അത്രേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഓപ്ഷൻസ് ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ഓൺ ചെയ്തിടുക. ഓട്ടോ ഷസം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ഷസം ഒന്ന് ഓൺ ചെയ്തിടുകയാണെങ്കിൽ എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ പെട്ടെന്ന് ഒരു സോങ് പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോങ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് മേളിൽ കാണാൻ പറ്റും ഏത് സോങ് ആണെന്ന്. ഉടനെ തന്നെ നമ്മൾ ജസ്റ്റ് ഷസം ഓപ്പൺ ചെയ്യാതെ തന്നെ അത് ഓൾറെഡി മേളിൽ ഇങ്ങനെ ഡിക്റ്റേറ്റ് ആവും. അത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും. പക്ഷേ ഇത് നമുക്ക് ബാറ്ററി ചാർജ് ചിലപ്പോൾ എടുത്തേക്കാം. അപ്പോൾ കുറച്ച് ബാറ്ററി കൺസംഷൻ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൺ ചെയ്തിടുക.
അടുത്ത ഫീച്ചർ എന്ന് വെച്ചാൽ ഷസം ഓൺ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ഷസം ടു ഐഡൻറ്റിഫൈ ഓൺ മ്യൂസിക് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സൈഡിൽ ഒരു നോട്ടിഫിക്കേഷൻ പോലെ കിടക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു സോങ് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ സോങ് ഏതാണെന്ന് ഉടനെ സൈഡിൽ എഴുതി വരും. എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നേരെ ഷസം ആപ്ലിക്കേഷൻ പോയിട്ട് ആ സോങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് രണ്ടും ഓഫ് ചെയ്തിട്ടാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തൊരു ജസ്റ്റ് ഷസം മാത്രം ഓപ്പൺ ചെയ്ത് നമ്മൾ നേരത്തെ കണ്ട ടാബിലേക്ക് നേരെ പോവാണ്. അപ്പോൾ ഇവിടെ നെക്കി പിടിച്ചാലും നമുക്ക് ഷസം ഓപ്പൺ ആവും. ഓട്ടോ ഷസം വരും. നമ്മൾ നേരത്തെ സെറ്റിങ്സ് ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ നെക്കി പിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് വരും ഓട്ടോ ഷസം ഈസ് ഓൺ. ഒന്നുകൂടി നെക്കി പിടിച്ചാൽ നമുക്കത് ഓഫായി കിട്ടും. ഇനി നമുക്ക് 2-3 സോങ് ഒന്ന് കേൾപ്പിച്ച് ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ വേറൊരു ഫോണിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രമാത്രം ഇതൊരു പവർഫുൾ ആപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതില്ലാത്ത കുട്ടികളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആവട്ടെ. പലർക്കും ബുദ്ധിമുട്ടൊരു കാര്യമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സോങ് പ്ലേ ചെയ്യാം. ഞാനിപ്പോൾ കാർട്ടൂണിൻ്റെ ഓൺ ആൻഡ് ഓൺ എന്ന് പറഞ്ഞൊരു സോങ്ങാണ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. നമുക്കിത് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ഹാൻഡിക്യാം വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഡ്യുവൽ ഇത് സപ്പോർട്ടല്ല. സ്ക്രീൻ റെക്കോർഡറും മറ്റേ റെക്കോർഡർ ഒരുമിച്ച് മൈക്ക് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഹാൻഡിക്യാമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ ഇത് എത്രമാത്രം പവർഫുൾ ആണ്. നമുക്ക് ജസ്റ്റ് ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സ്പ്ലിറ്റ് സ്ക്രീൻ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് സ്പ്ലിറ്റ് സ്ക്രീൻ അമർത്തിയിട്ട് ജസ്റ്റ് നമുക്ക് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബിൽ നിന്ന് നമുക്ക് NCSൻ്റെ 2-3 സോങ്സ് പ്ലേ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എത്രമാത്രം പവർഫുൾ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആദ്യം തന്നെ കാർട്ടൂണിൻ്റെ ഓൺ ആൻഡ് ഓൺ എന്ന് പറഞ്ഞൊരു സോങ് ആണ് ഇപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് അതിൽ നിന്ന് ടാപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ പാട്ട് സോങ് പ്ലേ ചെയ്തതിന് ശേഷം നമുക്കിതിൽ ഈ ഷസം എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്. എന്നിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. ഗൈസ്, ജസ്റ്റ് സെക്കൻഡ്സിനുള്ളിലാണ് അത് ഓൺ ആൻഡ് ഓൺ ആണ് സോങ് നമുക്ക് ഐഡൻറ്റിഫൈ തന്നത്. ഞാൻ ഒന്നുകൂടി ഷസം ബാക്ക് ചെയ്യാണ്. നമുക്കിനി വേറൊരു സോങ് പ്ലേ ചെയ്ത് നോക്കാം. നമുക്കിനി മോർട്ടൽസ് എന്ന് പറഞ്ഞൊരു സോങ് കൂടി പ്ലേ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ബട്ടണിലൊന്ന് അമർത്തി നോക്കാം. ഞാനിപ്പോൾ മോർട്ടൽസ് എന്ന് പറഞ്ഞത് പ്ലേ ചെയ്യാണ്. അത് ഓട്ടോമാറ്റിക്കലി എഡിറ്റ് ചെയ്തു. മോർട്ടൽസ് ഫേറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് തരുന്നുണ്ട്. ആദ്യമാണ് ആർട്ടിസ്റ്റ്, പിന്നെ എത്ര ഷസംസ് ആൾക്കാർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഇത് ജസ്റ്റ് സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ച് തരുന്നുണ്ട് ഏതാ സോങ്. അപ്പം ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഏത് പാട്ട് നമ്മൾക്ക് ആ പാട്ട് കേൾക്കുന്ന ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുക, സ്പീക്കറിൻ്റെ അടുത്തേക്ക് ഒന്ന് ഫോണൊന്ന് ജസ്റ്റ് കൊണ്ടുപോയാൽ മാത്രം മതി. ഞാനിപ്പോൾ ഒരു സോങ് കൂടി ജസ്റ്റ് നിങ്ങളൊന്ന് കേൾപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ആ സോങ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സോങ്ങാണ് ക്രാഡിൽസ് എന്ന് പറഞ്ഞ സോങ്. ജസ്റ്റ് അതൊന്ന് ഞാൻ പ്ലേ ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഷസം ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ക്രാഡിൽസ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാണ്. ഗൈസ്, ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. പാട്ട് സ്റ്റാർട്ട് ആയ ഉടനെ അപ്പോൾ ലിസ്റ്റിംഗ് വന്നിട്ടുണ്ട്. യെസ് ഗൈസ്, നമ്മുടെ സോങ് ഐഡൻറ്റിഫൈ ആയിട്ടുണ്ട്. ക്രാഡിൽസിന് ഉടനെ എഴുതി വന്നു. അത് ഇതുപോലെ നമുക്ക് ഏറ്റവും പുതിയ സോങ്സും പഴയ സോങ്സ് ആയാലും നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ഒരു ടാപ്പിലൂടെ നമുക്ക് സോങ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇതിനകത്ത് ഏകദേശം ഒത്തിരി പേര് തന്നെ ഈ പാട്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഏതാ സോങ് എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ആപ്ലിക്കേഷൻ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ജസ്റ്റ് ഷെയർ ചെയ്യാം. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് സോങ്ങും ഈ ഒരു ആപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ അതില്ലാത്ത സോങ്, നമുക്കിപ്പോൾ ഒരു സോങ് കേട്ടാൽ എല്ലാവർക്കും പേര് എഴുതണമെന്നില്ല. അപ്പോൾ ചിലവരെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവാം ഏതാണ് ഈ സോങ് കേട്ടാൽ നിനക്ക് ഈ സോങ് അറിയോ, അല്ലെങ്കിൽ നിനക്ക് ഈ സോങ് അറിയോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരോട് ഇനി മുതൽ നിങ്ങൾ പറയേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഷസം ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഷസം അതിനകത്ത് ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സോങ് ഇതുപോലെ പുതിയ സോങ്സ് അല്ലെങ്കിൽ പഴയ സോങ്സ് അല്ലെങ്കിൽ ഏത് സോങ് നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് 1 ക്ലിക്കിനുള്ളിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഷസം എന്നാണ്. ജസ്റ്റ് യൂസ്ഫുൾ ആണ്. ഇനി നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ച പോലെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൽ പ്ലേ ചെയ്യുന്ന സോങ്സ് ഒക്കെ ആപ്പിൾ മ്യൂസിക്കിലും സ്പോട്ടിഫൈയിലും അപ്ഡേറ്റ് ആവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇതിനകത്ത് വേറൊരു ഫീച്ചർ എന്ന് ചെയ്യുന്ന പോപ്പപ്പ് ഷസം എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്, ഓട്ടോ ഷസം എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. പോപ്പപ്പ് ഷസം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം ഞാനിപ്പോൾ യൂട്യൂബ് തന്നെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് വേറൊരു ട്രാക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സൈഡിൽ ഒരു നോട്ടിഫിക്കേഷൻ പോലെ വരും. ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ചിട്ട് ഒന്നുകൂടി നമുക്കിപ്പോൾ ഓട്ടോ ഷസം എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഓപ്പൺ ചെയ്തിടുക.
അപ്പോൾ നമ്മുടെ മേളിൽ ഇങ്ങനെ കാണാൻ പറ്റും ഓട്ടോ ഷസം ഈസ് ഓൺ, ഷസം ഐഡന്റിഫൈ സോങ് അതുകൊണ്ട് നമ്മുടെ ചുറ്റിൽ കിടക്കുന്ന സോങ്ങിന്റെ ഒരു ഡീറ്റെയിൽ ഷസം എടുക്കുന്നതാണ്. നമ്മളിപ്പോൾ ഏത് സോങ് പുറത്ത് പ്ലേ ആയാലും ഷസം ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ വളരെ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ഒരു സോങ് ഐഡന്റിഫൈ ചെയ്ത് ഈ ഷസം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ ഇത് ബാക്ക് ചെയ്ത് നമ്മളിപ്പോൾ യൂട്യൂബിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ട്രോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു സോങ് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഓട്ടോ പോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഷസത്തിൻ്റെ ഒരു ലോഗോ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ആ ലോഗോ നമുക്ക് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് വേണ്ടി ഇടാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമ്മൾ ആ സോങ് ഒന്ന് പ്ലേ ചെയ്തതിന് ശേഷം ആ ലോഗോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സോങ് ഏതാണെന്ന് ഇവിടെ എഴുതി വരുന്നതായിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരികയാണ് ഇതിൻ്റെ ഒരു സോങ്. ഇപ്പോൾ സ്കൈ ഹൈ എന്ന് പറഞ്ഞൊരു NCSന്റെ തന്നെ ഒരു സോങ് ആണ് സ്കൈ ഹൈ എന്ന് പറഞ്ഞാൽ. അത് ജസ്റ്റ് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാണ്. പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ കേട്ടിട്ട് പരിചയമുള്ള സോങ് ആണ്. അതിനുശേഷം നമ്മൾ ഈ ജസ്റ്റ് ഷസത്തിന്റെ ആ ലോഗോയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് മോർണിംഗ് റൈസ് എന്ന് പറഞ്ഞൊരു ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. യെസ്, NCSന്റെ പാട്ട് തന്നെയാണ് വന്നേക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. യെസ് ഗൈസ്, അവർ ഇതിനകത്ത് ഉണ്ടാക്കുന്ന നെയിം ഇത് തന്നെയാണ്. അവരുടെ ശരിക്കുള്ള 2 പേരുണ്ട് ഇതിന്. അപ്പോൾ NCSന്റെ പാട്ടാണ് നമ്മളിപ്പോൾ പ്ലേ ചെയ്തത്. ഇലക്ട്രോമാനിയ സ്കൈ ഹൈ എന്ന് പറഞ്ഞ സോങ് തന്നെയാണ് നമുക്കിവിടെ എഴുതിയിട്ടുണ്ട് സ്കൈ ഹൈ എന്ന്. അപ്പോൾ നമുക്കിപ്പോൾ സോങ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പുറത്ത് വല്ല വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഒരു സോങ് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒരു പോപ്പപ്പ് ഐക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു പോപ്പപ്പ് ഐക്കൺ എപ്പോഴും ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ആ ജസ്റ്റ് പോപ്പപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാൽ മാത്രമേ ഈ ഒരു പോപ്പപ്പ് ഐക്കൺ ഇവിടെ വരുള്ളൂ. ഈ പോപ്പപ്പ് ഐക്കൺ ഉള്ളെങ്കിലുള്ള ഉപകാരം ഇതാണ്. നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ യൂട്യൂബിലായാലും അല്ലെങ്കിൽ വാട്സപ്പിലായാലും നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റാറ്റസ് കണ്ടു, പക്ഷേ അതിനകത്ത് സോങ്ങിൻ്റെ പേര് നമ്മൾക്ക് അറിയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റാറ്റസ് പ്ലേ ചെയ്യുന്നതിൻ്റെ കൂടെ ഈ ഇതിലൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ബ്ലിങ്കിങ് ഒരു ഐക്കൺ വരും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനുശേഷം നിങ്ങളുടെ സോങ് അത് ഐഡന്റിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ആപ്ലിക്കേഷൻ. ഷസം എന്നാണ് പേര്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. 2002 മുതലുള്ള ആപ്ലിക്കേഷൻ ആണ്, എന്നാലും ഇപ്പോഴും പലർക്കും അറിയില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. സോ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അപ്പോൾ ഇത്രയോളം നമ്മുടെ വീഡിയോ. നമുക്ക് ഏതൊരു സോങ്ങും ഈ ഷസം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഷസം. നിങ്ങളെല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഓൾറെഡി നിങ്ങൾക്ക് ഈ ആപ്പിനെ കുറിച്ച് അറിയുമെങ്കിൽ മാക്സിമം ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചിലപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്തേക്കാം ഈ ഒരു വീഡിയോ. പലരും ഇപ്പോൾ തന്നെ ഒത്തിരി പേരായി ഇപ്പോൾ ഈ സോങ് കിട്ടോ, ഈ സോങ്ങിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ച് നമ്മളോട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കാനുള്ള കാരണം. അപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ചാനൽ. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. DJ ഡൗട്ട്സ്, പിന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ, DJ ലോഞ്ച് പാഡ് കോഴ്സൊക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക. സോ ഗൈസ്, ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും.